പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസൻ ഫ്ലോറിഡയിൽ ഒർലാൻഡോയിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം കടന്നു വരുവാൻ നമ്മളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം തൻ്റെ യാത്രയൊക്കെ അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇന്ന് രാത്രിയിലും ദൈവവചനം തുടർമാനമായി പഠിപ്പിക്കുമ്പോൾ സ്വർഗം തന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്കെല്ലാവരും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വെളിപ്പാട് പുസ്തകം തുടർമാനമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് തന്നിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെന്നൊപ്പച്ച. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവിന്റെ തിരുവചനം പഠിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. അതിനായിട്ട് കർത്താവിന്റെ ദാസന്മാരെ ദൈവം ഒരുക്കിയല്ലോ കർത്താവെ. നന്ദിയോട് സ്തുതിക്കുന്ന പച്ച. സ്തോത്രം ചെന്ന് കർത്താവെ, നാദാകാപ്പെ മിനിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. വിശേഷിച്ചും കർത്താവെ, ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ഹല്ലേലൂയ പ്രിയ ആൻഡ്രോസാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവെ. വചനത്തിന്റെ മർമ്മങ്ങളൊക്കെയും വെളിപ്പെടുത്തി കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഹല്ലേലൂയ മനസ്സിലാകുവാൻ തക്കവണ്ണം കർത്താവെ, അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ എല്ലാവരെയും ഇവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലുദിയയുടെ ഹൃദയത്തെ തുറന്നതുപോലെ കർത്താവെ, ക്ലാസ് അറ്റൻഡ് ചെയ്യണ എല്ലാവരുടെ ഹൃദയത്തെയും ദൈവം തുറക്കുമാറാകണമേ കർത്താവെ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ, അനുഗ്രഹമായിട്ട് അത് വളർന്നു വരാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അഗാപ്പ മിനിസ്ട്രിയിലുള്ള എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണം കർത്താവെ. ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരുത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാനോ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. റവറൻഡ് ഡോക്ടർ CV ആൻഡ്രൂസ്, പ്ലീസ്. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ ഈ ടൈമിൽ 8ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാൻ വളരെ ബന്ധപ്പാടിലായിരുന്നു, യാത്രയിലായിരുന്നു. ഒരാഴ്ച ഫ്ലോറിഡയിൽ, അത് ചട്ടക്കോടിൻ്റെ ജനറൽ അസംബ്ലിയിലെ 215 രാജ്യങ്ങൾ പങ്കുകൊള്ളുന്ന അവിടുത്തെ ലീഡേഴ്സൊക്കെയും കടന്നു വരുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ തക്കോണം ഞാനും അതിൻ്റെ അകത്തൊരു ഭാഗമാക്കായതുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ്സും നടത്താൻ തക്കോണ്ടിടയായില്ല. വീണ്ടും നിങ്ങളുടെ മുഖം കാണുവാൻ ദൈവം സഹായിച്ചതിനാൽ സ്തുതിക്കുന്നു. ഇത് ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബ് സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഷാജി കെ ദാനിയൽ പാസ്റ്ററെയും സാറിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഈ പ്രവർത്തനം അനേകർക്ക് വേദവചനം പഠിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഒരു സാഹചര്യമാണ്. അനേക വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുകൊള്ളുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതേ ദൈവദാസന്മാരും ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം കൊള്ളുന്നു. ഞാൻ എടുക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിലൊക്കെയും 40-ലധികം പാസ്റ്റർമാർ അതേ പങ്കുകൊള്ളുന്ന ക്ലാസ്സുകളുണ്ട്. ഇന്ന് അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠന്മാരായ ശുശ്രൂഷന്മാരും സഹോദരന്മാരും എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധി ശ്രേഷ്ഠന്മാരാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരും അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എല്ലാവരെയും കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കറക്റ്റ് 1 മണിക്കൂറുണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ ധൃതി വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ മുഖവര ചിന്തിപ്പാൻ തക്കനിടയായി. 3-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ ഇപ്പോൾ ഒരാൾ വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ 7ാമത്തെ വാക്യമാണ് ചിന്തിച്ചത്. അതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ: വിശുദ്ധനും സത്യവാനും, ദാവീദിന്റെ താക്കോലുള്ളവൻ,
ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഓടിച്ച് ചിന്തിപ്പാൻ തക്കൊണ്ടപടിയായി തുർക്കിയിലുള്ള സഭയിൽ, തുർക്കിയിലുള്ള സ്ഥലമാണ് ഫിലദൽഫിയ എന്നുള്ളത് എന്ന് നമ്മൾ ആരംഭ സമയത്ത് തന്നെ പഠിച്ചു. ഈ സഭകളെല്ലാം ഇന്നത്തെ തുർക്കി രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അത് ഒരു കാലത്ത് റോമൻ ഭരണാധികാരിയുടെ കീഴിലായിരുന്നു. ഇപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് അവിടെ ഒരു മുസ്ലിം കൺട്രിയായിട്ട് മാറിയിരിക്കുകയാണ്. അനേക സഭകൾ, ക്രിസ്ത്യൻ പള്ളികൾ അവിടെ ഉണ്ട്. അതും അടച്ചുപൂട്ടത്തക്ക നിലയിലുള്ള പ്രതികൂലങ്ങൾ അവിടുത്തെ വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്നും അവർ കണ്ടുമുട്ടിയ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന അനേക തലമുറകളെ നമുക്കവിടെ കാണുവാൻ കൊണ്ട് കഴിയും. ഇവിടെ ഈ ഫിലദൽഫിയ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നുള്ള അർത്ഥമാണ്. ബ്രദർ ആൻഡ് ലവ്, സഹോദര സ്നേഹം എന്നുള്ള അർത്ഥമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ആ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയായിരുന്നു. 7 സഭകളിൽ 5 സഭകൾക്കും അവരുടേതായ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ തക്കണമുണ്ട്. എന്നാൽ യാതൊരു കുറ്റവും കാണിക്കാത്ത 2 സഭകളാണ് സ്മുർന, ഫിലദൽഫിയ. ഞാൻ കമ്പിവാചകം പോലെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും വിദ്വാൻമാരെ പോലാണ്. വിദ്വാൻമാർക്ക് ഒരു നക്ഷത്രം കാണിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത് അറിയാം എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് എന്താണ് എന്നുള്ള വിഷയം വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിവുള്ള സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ ഈ അഗാപ്പെ പ്ലാറ്റ്ഫോമിലുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മുമ്പിൽ കാണുന്ന ചില വാതിലുകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തുറക്കാതെ ഇരിക്കുന്ന കാണാം. അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് വിചാരിക്കണം. അത് തുറന്ന് കിട്ടാത്തത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയാണെന്ന് മനസ്സിലാക്കണം. ആ നിലയിൽ സംഭവിച്ച പൗലോസിൻ്റെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച അനേക സംഭവങ്ങളുണ്ട്. ചില വാതിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് തുറക്കുമ്പോൾ അത് ദൈവം തുറന്നതാണെന്ന് മനസ്സിലാക്കണം. ആ 7ാമത്തെ വാക്യം നമുക്ക് അവസാനിപ്പിക്കാൻ കൂടിയായി തീർന്നു. യോനായുടെ വാതിൽ അടച്ച കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ യെരിഹോവിൻ്റെ ആ അനുഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. യോനാട് പറഞ്ഞു, നീ നിനവിലേക്ക് പോയി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തർശീസിലേക്ക് പോകുന്ന കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ കൂടി കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി. ആ വാതിൽ ദൈവം തമ്പുരാൻ അടച്ചു. പിന്നീട് ദൈവം ആഗ്രഹിക്കത്തക്ക നിലയിൽ അവനെ ദൈവസന്നിധിയിൽ യോനായുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ്റെ വലിയൊരു പ്രാർത്ഥന 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അവൻ്റെ പ്രാർത്ഥന അതേ ദൈവത്തിൻ്റെ മനസ്സിനെ അലിയിപ്പിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ മത്സ്യത്തോട് പറഞ്ഞു, നീ അവനെ കൊണ്ട് ശബ്ദിച്ചേക്കാൻ പറഞ്ഞു. ദൈവം തുറന്ന വാതിൽ തന്നെ അവനെ കൊണ്ട് കയറ്റി നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം അടച്ചാൽ അതാർക്കും തുറക്കാൻ ഒക്കത്തില്ല, ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ തക്കൊണ്ട് ഒക്കത്തില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം 8-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമ്മൾ ഓരോ ഭാഗങ്ങളും പെറുക്കിയെടുത്ത് പഠിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ഒരു സംശയവും വെളിപ്പാട് പുസ്തകത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് പഠിപ്പിച്ചു പോകാൻ പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാൻ പോകത്തില്ല. അതേ ദൈവം എനിക്കതിനൊരു സാഹചര്യം ലാലു പാസ്റ്റർ തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ പലരും മറ്റ് പല ഇടങ്ങളിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ലാസ്സുകൾ കൊണ്ട് അനേകരെ ശിഷ്യന്മാരായി വാർത്തെടുക്കാൻ തക്കണം ദൈവം ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുതേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സുവിശേഷത്തോട് വലിയ താല്പര്യം ഉണ്ടാകുവാൻ തക്കണം ഇടയായിത്തീരും. ഇന്ന് ഞാൻ പൂനായിലെ തൂലിയാറ്റയിൽ എടുത്ത ക്ലാസ് 134-ാമത്തെ ക്ലാസ്സാണ്. 16-ാം അധ്യായത്തിൽ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ്. അതിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അടുത്ത ടൈമിൽ വരുമ്പോൾ നമുക്ക് അതിൽ പ്രവേശിപ്പാൻ തക്കണം ഇടയായിത്തീരും. ഈ ക്ലാസ് ഡിസംബർ കൊണ്ട് തീരുകയാണല്ലോ. അന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങളും പൂർത്തീകരിപ്പാൻ തക്കണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫിലദൽഫിയ സഭയെക്കുറിച്ച് 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. ഈ സഭയിൽ ദൈവമായ കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല.
അത്ര സഹോദര സ്നേഹത്തിൽ വളർന്നു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഫിലദൽഫിയ സഭ. അവരോട് പറയാണ്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവമാണ് വാതിൽ തുറന്നു വെച്ചത്. ദൈവം തുറന്ന വാതിലുണ്ട്, ദൈവം അടച്ച വാതിലുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തക്കൊണ്ട് പോകുന്നത്. ആദ്യമേ നമ്മൾ തുറന്ന വാതിലിനെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഇന്ന് രാത്രികാലം അത് ചില വാതിലുകളെ കുറിച്ച്, ഏകദേശം 9 വാതിലുകളെ കുറിച്ചാണ് പറയാൻ തക്കൊണ്ട് പോകുന്നത്. ദൈവം തുറന്നിരിക്കുന്ന വാതില്, അതുപോലെ തന്നെ ദൈവം അടച്ചിരിക്കുന്ന വാതിലും ഞാൻ പറയാം. ദൈവം അടച്ച വാതില് വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം അടച്ചത്, ദൈവം തുറന്ന വാതില്. ഇന്ന് രാത്രികാലം ഈ വാതിലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ദൈവമേ നിന്റെ പ്രവൃത്തി എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് കഴിയും. ഇവിടെ 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അതേ ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന് പറഞ്ഞാണ് ആരംഭിച്ചിരിക്കുന്നത്. ഫിലദൽഫിയ സഭ അതേ പ്രവർത്തനമുള്ള ഒരു സഭയായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസ് 5-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്യം എടുത്തെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞുവിടാം. വായിച്ചാട്ട്. പാപങ്ങൾ നിസ്സാരത്തിനു മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്രേ, സൽപ്രവൃത്തികളും അങ്ങനെ നെറ്റിൻ്റെതായ അല്പം പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ വാക്യം വായിച്ചു വിടാം. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണ അത്രേ. അതിനെ ഉപസംഹരിച്ചുകൊണ്ടാണ് പറയുന്നത്, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കയില്ല. ദൈവദർശനം ഓരോരുത്തരുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദിവസമുണ്ട്, അന്ന് സകലതും വെളിവാക്കും. നിങ്ങൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലല്ലാതെ ഒരു ഭവനം പണിയുവാൻ തക്കൊണ്ടും സാധ്യമല്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും മരം പുല്ല് വൈക്കോൽ ഇവകൾ കൊണ്ട് പണിയുന്ന വേല വെന്തു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഓരോരുത്തരും പണിയുന്നുണ്ട്. മരം പുല്ല് വൈക്കോൽ ഇവ കൊണ്ട് പണിയുന്ന പണി അത് വലിയ അതേ ആൾക്കാർക്ക് കാണത്തക്കൊണ്ടുണ്ട്. കച്ചുത്തൂറൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണത്തക്കൊണ്ടുണ്ട്. മരം പുല്ല് വൈക്കോൽ ഇവ കൊണ്ട് പണിയുന്ന പണിയാണ്. അതേ അനേകര് റിപ്പോർട്ട് പറയുമ്പോൾ എനിക്ക് അനേകര് എഴുതാറുണ്ട്, 530 അനാഥ കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിങ്ങനെ എഴുതുമ്പോൾ ഞാൻ അതിനെപ്പറ്റി നല്ലൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പേപ്പറിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അതാണ് ഈ മരം പുല്ല് വൈക്കോൽ കൊണ്ട് പണിയുക എന്ന് പറഞ്ഞാൽ. അതൊക്കെ കർത്താവിന്റെ സന്നിധിയിലെ തീ തന്നെ ശോധന ചെയ്യുമെന്നാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഇരിക്കുന്നത്. തീ തന്നെ അതിന് ശോധന ചെയ്യും. കർത്താവ് അവനവന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ട സന്ദർഭം വരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു വരുന്ന ആ വരവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിനാണ് പറയുന്നത്. ആ 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതേ അന്ന് തീ തന്നെ ശോധന ചെയ്യും. അവനവന്റെ പ്രവൃത്തി തീ തന്നെ ശോധന ചെയ്യും. മരം പുല്ല് വൈക്കോളുണ്ട് പണി അത് വലിയ ആ റിപ്പോർട്ടുമായിട്ട് അതേ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ തീ കൂടെ കയറ്റി ചെല്ലുമ്പോൾ ടോന്നൊരു പൊട്ടൽ കേൾക്കും. തീ വെന്തുപോകും. തീ തന്നെ ശോധന ചെയ്യും. എന്നാൽ പൊന്നെ വെള്ളി വിലയേറിയ കല്ല് ഇവ കൊണ്ട് പണിത പണികൾ അത് കാഴ്ചയ്ക്ക് വളരെ ചെറുതാണ്. എന്നാൽ തീ കൂടെ കടക്കുന്തോറും അതിന്റെ മാറ്റ് കൂടും. ആ വേല നിലനിൽക്കുമെന്നാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുന്നത്. ദൈവനിധി പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തികളും അറിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, അതേ ഞാൻ നിന്നെ അറിയുന്നു എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ ശക്തൻ ഉറച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ വാതിലിനെ കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. 1-ാമത്തെ വാതിലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ആ വാതിൽ എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ വാതിലാണ്. ഈ ഫിലദൽഫിയ സഭയുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഈ വാതിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം തുറന്ന വാതിലാണെങ്കിൽ അതിനെ തകർക്കാൻ തക്കണം ആരെ കൊണ്ടും സാധ്യമല്ല. നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നില്ലേ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ദൈവം തമ്പുരാൻ അതാത് സമയത്ത് അവരെ കാത്തു സൂക്ഷിച്ച്
വിടുവിക്കുന്ന ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുള്ള അനേക സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ തക്കൊണ്ട് കഴിയും. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ ആന്റണി ലേയ, ആന്റണിയെ മതവിദ്യാർത്ഥി പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹത്തിന് അവിടെ ഒരു സ്കൂൾ കെട്ടിടമുണ്ടായിരുന്നു. അതേ ഒരു ദിവസം വന്ന് അത് കള്ള കേസ് ചുമത്തി അദ്ദേഹത്തെ കൊണ്ട് പിടിച്ച് ജയിലിലിട്ടു. എല്ലാം തകർന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ ആ സ്കൂളെല്ലാം തകർന്നു പോയി. 2-3 വർഷം അദ്ദേഹത്തെ ജയിലിലിട്ടു. അതും ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു. ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് താൻ അനേകരോട് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് ജയിൽ പുള്ളികളെ നേടുവാൻ തക്കണം ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, ആ ജയിൽ സൂപ്രണ്ട് പോലും അതേ കർത്താവിന് രക്ഷിതാവായി അംഗീകരിപ്പാനിടയായി. 2.5 വർഷം കൊണ്ട് സൗമ്യനായ ആന്റണി പ്രവർത്തിച്ച പ്രവർത്തനം ഒരിക്കലും മറക്കാനൊക്കത്തില്ല. 8 വർഷത്തോളം കേസ് ഇങ്ങനെ മുൻപോട്ട് നീങ്ങി. എന്നാൽ ദൈവമക്കൾ അനേകർ പ്രാർത്ഥിച്ചു. അവസാനം 1 ലക്ഷം രൂപ കൊടുത്ത ആ കേസ് തീർക്കാമെന്ന് പറഞ്ഞു. അതും അവർക്ക് ലഭിപ്പാൻ തക്കൊണ്ട് ഇടയായി. തക്ക സമയത്ത് അവരുടെ വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് വന്നതിനാ വലിയ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭം. ദൈവം തുറന്ന വാതിൽ അടയ്ക്കാൻ ഒക്കത്തില്ല. ആ കേസ് ഇല്ലാതായി തീർന്നു. അവസാനം സാക്ഷികളെ വിളിച്ചപ്പോൾ ഒറ്റ കുഞ്ഞ് വരത്തില്ല, കള്ളക്കേസാണ്. ജഡ്ജി പല പ്രാവശ്യം വിളിച്ച് നിങ്ങൾ വരാൻ പറഞ്ഞു. അവർക്ക് പറയാൻ തക്കോണം വരാൻ പേടിയാണ്. അങ്ങനെ കള്ളക്കേസ് ചുമത്തി എത്ര പേരിന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. യഹോവ ഒരു വാതിൽ തുറന്നാൽ ആർക്ക് അടയ്ക്കാൻ പറ്റുന്നത്? ഇതാ ഞാൻ നിന്റെ മുമ്പിൽ സുവിശേഷത്തിന്റെ വാതിൽ. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ വാതിൽ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ച്. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന് വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. വിശ്വാസത്തിന്റെ വാതിൽ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. അഗാപ്പയുടെ സൈറ്റിൽ ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ അതിൻ്റെ അകത്ത് കയറി ആ സൈറ്റിൽ കയറി നോക്കണം. 9 വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് ദൈവം അടച്ച വാതിലിനെ കുറിച്ചുകൂടെ പറയണം. ഇവിടെ വായിക്കുന്നു, അതേ വിശ്വാസത്തിന്റെ വാതിൽ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെയും അതേ ബർന്നബാസിന്റെയും 1ാം മിഷണറി യാത്രയെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് അറിയുന്നത്. ആ 1ാം മിഷണറി യാത്രയിൽ അവർ അനേക സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിപ്പാൻ തക്കൊണ്ട് ഇവിടെ ആയിത്തീർന്നു. ഞാൻ വിളിക്ക് അതേ സുവിശേഷ വേലയ്ക്കായി വിളിച്ചിരിക്കുന്ന ശൗലിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ എന്ന് അന്ത്യോക്യയിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച സന്ദർഭത്തിൽ അവര് കൈവച്ച് ശൗൽ എന്ന് പറഞ്ഞ പൗലോസിനെയും ബർന്നബാസിനെയും കൈവച്ച് അവരെ 1ാം മിഷണറി യാത്രയ്ക്ക് അയക്കുന്ന കാര്യമാണ് കാണുന്നത്. അവർ പോകുന്ന വഴിയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ലുസ്രായിലൊക്കെ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളെ അവരെ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ അവിടെ എല്ലാം കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കൊണ്ണം അനേകരെ ദൈവം തമ്പുരാൻ വേർതിരിച്ചു. വലിയ അത്ഭുതങ്ങൾ നടന്നു. അതേ മുടന്തർ എഴുന്നേൽക്കാൻ തക്കൊണ്ടിയായി, രോഗികളെ സൗഖ്യം പ്രാപിക്കാൻ തക്കൊണ്ടിയായി. ദൈവം തുറന്ന വാതിലുണ്ടോ? എന്നിട്ട് ഇവരെല്ലാം ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് അന്ത്യോക്യ ചെന്നു. അന്ത്യോക്യ ചെന്ന് എല്ലാവരും വിളിച്ചുകൂട്ടി ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത് അവരെ അറിയിച്ചു. വിശ്വാസത്തിന്റെ വാതിൽ. വിശ്വാസം എന്നാൽ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ജാതികൾക്ക് 2ാമത്തെ വാതിലാണ് വിശ്വാസത്തിന്റെ വാതിൽ. സുവിശേഷത്തിന്റെ വാതിൽ കൂടി കയറി ഇറങ്ങിയ ദൈവത്തിന്റെ പൈതലെ, നമ്മളും വിശ്വാസത്തിന്റെ വാതിൽ കൂടി കയറി ഇറങ്ങിയ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ ആ വാതിലിന്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന്. വിശ്വാസത്തിന്റെ വാതിൽ. നിന്റെ ചെറിയ വിശ്വാസം സ്വർഗത്തെ നിനക്ക് നിന്റെ അരികിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം. അതാണ് DL മൂടി പറഞ്ഞത്. നിന്റെ ചെറിയ വിശ്വാസം സ്വർഗത്തെ തന്നെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം. എന്നാൽ നിന്റെ വലിയ വിശ്വാസം ഉണ്ടല്ലോ, അതേ നിന്നെ സ്വർഗത്തെ ഭൂമിയിലേക്ക് നിന്റെ ചെറിയ വിശ്വാസം നിന്നെ സ്വർഗത്തിലെത്തിക്കും. എന്നാൽ നിന്റെ വലിയ വിശ്വാസം സ്വർഗത്തെ തന്നെ നിന്റെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് വരാം എന്നാണ് DL മൂടി ഒരു കമന്റ് പറഞ്ഞത്. ഇന്ന് രാത്രികാലം നമ്മുടെ ചെറിയ വിശ്വാസം നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നു. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തെ തന്നെ നിന്റെ അരികിലേക്ക് ഇറക്കി വരത്തിക്കൊണ്ട് വിശ്വാസം പ്രാപിപ്പാൻ ദൈവമക്കളാകുന്ന നമ്മൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ വിട്ടിരിക്കണം. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ. 4 നിലയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പറയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ അതേ ആ കർത്താവിന്റെ അരിക്കൽ ഒരു ശതാധിപൻ ചെന്ന് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ സുഖമില്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞു, നീ അവനെ ഒന്ന് സൗഖ്യമാക്കണം. ഒരു ശതാധിപൻ ചെന്ന് പറഞ്ഞാണ്, എൻ്റെ ബാല്യക്കാരൻ കർത്താവെ, ഒരു ശതാധിപൻ 100 പേരുടെ അധിപതി, അദ്ദേഹം ചെന്ന് ദൈവത്തോട് പറയാണ്, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ചു കിടക്കുന്നു, ഒന്ന് സൗഖ്യമാക്കണം.
കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് സൗഖ്യമാക്കാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ മത്തായി സുവിശേഷം 8-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അറിയാം. നീ എൻ്റെ വീട്ടിൽ, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക്. അവന്റെ വിശ്വാസം അതായിരുന്നു. ഒരിക്കൽ ഒരു രാജഭൃത്യൻ കർത്താവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ പൈതൽ, എൻ്റെ മകൻ സൗഖ്യമില്ലാതിരിക്കുന്നു, നീ വന്നവനെ സൗഖ്യമാക്കണം. ശതാധിപൻ പറഞ്ഞു, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. രാജഭൃത്യൻ പറയുന്നു, വാക്ക് പറഞ്ഞാൽ പോരാ, എൻ്റെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യമാക്കണം. കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഒരു പള്ളിപ്രമാണിയായ യായിറോസ് കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവെ, എൻ്റെ കുഞ്ഞു മകള് അത്യാസന്ന നിലയിലായിരിക്കുന്നു, നീ വീട്ടിൽ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം. അവന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, വീട്ടോട്ട് വരണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. മറ്റവൻ പറഞ്ഞു, വാക്ക് കൽപ്പിച്ചാൽ പോലെ എൻ്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കണം. മൂന്നാമത്തെ ആൾ പറയാണ്, വീട്ടിൽ വന്ന് അവളുടെ മേൽ നിന്റെ കൈ ഒന്ന് വയ്ക്കണം. രക്തസ്വർക്കാർത്തിയായ സ്ത്രീ പറഞ്ഞു, വാക്കും പറയണ്ട, വീട്ടിലും വരണ്ട, വീട്ടിൽ വന്ന് എന്നെ തൊടുകയും വേണ്ട, ഞാൻ അങ്ങോട്ട് തൊട്ട് സൗഖ്യം പ്രാപിച്ചോളാം. നോക്കണമേ, പുരുഷാരം തിരക്കുന്നതിൻ്റെ ഇടയിൽ അവൾ ഇടയ്ക്കൂടെ കടന്നുപോയി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. എന്തൊരു വിശ്വാസമാണ് ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ തൊടുന്നവരും കർത്താവ് തൊടുന്നവരും എല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. അവളൊരു യൗവനക്കാരത്തി പഴയ സൗന്ദര്യത്തിലേക്ക് അവൾ കടന്നു വന്നു. എല്ലാവരും സൗഖ്യമായിന്നേ ചിന്തിക്കത്തുള്ളൂ. എല്ലാം തൊലിയുമായിരുന്ന രക്തസ്രവക്കാരത്തിയുടെ വിശ്വാസം വലുതായിരുന്നതുകൊണ്ട് അവള് പുറകെ കൂടെ ചെന്ന് ആ തൊങ്ങലെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അവളുടെ പഴയ സൗന്ദര്യം തിരിച്ചു വന്നു, ആരോഗ്യം തിരിച്ചു വന്നു. എല്ലാം തൊലിയുമായിട്ട് കടന്നു എന്നാണ്, കണ്ണൊക്കെ ഉന്തി നിന്നാണ്. കാരണം രക്തം ശരീരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം വരുന്നത്, വിശ്വാസത്തിന്റെ വാതിൽ അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. 1 കൊരിന്ത്യർ 16:9 വായിച്ച്. 1 കൊരിന്ത്യർ 16:9. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ആ ഭാഗം നിങ്ങൾ വായിച്ചോ? അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. അതിന്റെ മുകളിലത്തെ വാക്യം ചിന്തിക്കണം. എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ താമസിക്കും. അതെന്ത് പറയാണ്, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എഫെസോസ് എന്ന് പറഞ്ഞാൽ അയഞ്ഞതെന്നാണ്. അയഞ്ഞ സ്ഥലത്ത് ആ പൗലോസ് ഒരു തീരുമാനമെടുത്തു. കൊരിന്ത്യരോട് പറയാണ്, ഇവിടെ ഒരു പെന്തക്കോസ് ഉണ്ടാകാതെ ഒരു മിനിറ്റ് പോലും ഞാൻ മുന്നോട്ട് പോകത്തില്ല. താൻ അയഞ്ഞ സ്ഥലത്ത്, എഫെസോസിൽ അയഞ്ഞ സ്ഥലത്ത്, ഒത്തരത്ത് ജീവിക്കുന്ന സ്ഥലത്ത് ഒരു പെന്തക്കോസ് വരാൻ വേണ്ടി താൻ കാത്തിരുന്നു. എഫെസോസിൽ ഞാൻ ഇതൊരു ആത്മീയാർത്ഥം ഞാൻ പറയാണ്. ഇന്ന് രാത്രികാലം ജീവിതത്തിൽ അയവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതം പരാജയത്തിന്റെ അടിമത്തത്തിലായിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പെന്തക്കോസ് ഉണ്ടാകാതെ ഞാൻ ഇറങ്ങത്തില്ല, അതേ പെന്തക്കോസിന്റെ അനുഭവം പ്രാപിക്കാതെ ഞാൻ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് പെന്തക്കോസിന്റെ അനുഭവം ഉണ്ടാകുന്ന കാത്തിരുന്നേ. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നു കിട്ടി. റായ്പൂരിൽ PS ശൗമ്യയിൽ 60 ദിവസം, ആര്യാവർ യോനാച്ചാന്റെ ചേട്ടനാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം 60 ദിവസം ഉപാസിച്ചിരുന്നു ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാകാൻ. ഹിന്ദിക്കാരുടെ പ്രവർത്തിക്കുകയാണ്. തനിക്ക് അത് പൂർത്തീകരിക്കപ്പെടാത്തൊരു ഹോളുണ്ട്, അതിൻ്റെ അകത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. താനൊരു തീരുമാനം എടുത്തു, ഇവിടെ ഒരു പെന്തക്കോസ് ഉണ്ടാകാതെ ഒരു മിനിറ്റ് പോലും ഞാൻ മുൻപോട്ട് പോകത്തില്ലെന്ന്. 60-ാം ദിവസം ആ ബിൽഡിങ്ങിലേക്ക് തീ വന്നു വീണു. തീ ആളിക്കത്താൻ തുടങ്ങി. അയൽവാസികൾ നോക്കുമ്പോൾ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവര് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു, ഫയർ എഞ്ചിനും എല്ലാം, പോലീസും പട്ടാളും എല്ലാം വന്നു. തീ കെടുത്താൻ തക്കോണം അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ തീ കത്തുന്നില്ല. അവർ ദൂരെ നിൽക്കുമ്പോൾ തീ കത്തുന്നു, അടുത്തോട്ട് വരുമ്പം തീയില്ല. അവർ ജനലിന്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ PS ശൗമ്യൽ പാസ്റ്റർ മുഴങ്കാലുമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഒരനുഭവത്തോട് നടന്ന സംഭവമാണ് റായ്പൂരിൽ. അതിനുശേഷം ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അനേക മുസ്ലിമുകളെ, അനേക ഹിന്ദിക്കാരെ അവിടേക്ക് കടന്നു വന്ന് തൻ്റെ പാദപിടുത്തിൽ നിന്ന് പാപം ഏറ്റു പറഞ്ഞ് കരയാൻ തുടങ്ങി. എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ താമസിക്കും. ഇനി ഒരു വാതിൽ തുറക്കാതെ, ഒരു പെന്തക്കോസ് ഉണ്ടാകാതെ ഒരടി പോലും ഞാൻ മുൻപോട്ട് പോകത്തില്ല. ഇവിടെ വായിക്കുന്നത്, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. കൊലോസ്യർ 4:3. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പി. വചനത്തിന്റെ വാതിൽ. ദൈവത്തിന് സ്തോത്രം. അത് എത്ര വലിയ പ്രാസംഗികനാണ് അപ്പോസ്തലനായ പൗലോസ്. കൊലോസിലെ വിശ്വാസികൾ പറയാ,
പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹത്തെ പോലെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആരുണ്ടായിരുന്നു? എബ്രായ ലേഖനമൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. ലേവ്യ പുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ് എബ്രായ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിച്ചിരിക്കുന്ന വ്യാഖ്യാനം കണ്ടോ? ക്രിസ്തു വലിയവൻ എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. മൽക്കിസദേക്കിനേക്കാൾ വലിയവൻ, ശലോമോന്റെ ദേവാലയത്തെക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, ഇതെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിച്ച് ലേവ്യ പുസ്തകത്തിന്റെ വ്യാഖ്യാനം എബ്രായ ലേഖനം എഴുതിയ പൗലോസ് പറയുകയാണ്, കൊലോസ്യരോട് വിശാൽ പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കണം. വചനത്തിന്റെ വാതിൽ, അത് നമ്മൾ വചനം ധ്യാനിക്കണം. ചിലരുണ്ടല്ലോ വചനം ഒന്നും ധ്യാനിക്കാതെ ആ ഞായറാഴ്ചയാണ് ബൈബിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പം കിട്ടിയ വാക്യം കേട്ടോ, ദൈവത്തിന്റെ അനുഭവം എനിക്കത് കേൾക്കരുത്. ദൈവത്തിന് സ്വന്തം അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. ദൈവത്തിന്റെ പൈതലേ, നീ നിന്റെ ദൈവത്തിന് സന്നിധിയിരുന്ന് വചനം ധ്യാനിക്കണം. എനിക്ക് ചില പ്രവാചകന്മാരെ അറിയാം. അത് ഇപ്പം ഇവിടെ വന്നപ്പം കിട്ടിയ വാക്യം, ബൈബിളൊന്നും നോക്കാതെ വന്ന് ഇപ്പം കിട്ടിയ വാക്യം, എന്നിട്ട് അത് വായിച്ചിട്ട് വായി വരുന്നൊക്കെ പറയാം. ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പഠിച്ചിട്ട് വേണം ദൈവവചനം സംസാരിക്കാൻ. അല്ലാത്തവരെല്ലാം മടിയന്മാരാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, വചനത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു കിട്ടാൻ. കാരണം ദൈവിക മർമ്മം പ്രസ്താവിപ്പാൻ തക്കോണം വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനമാണ് നിലനിൽക്കുന്നത്. അത് രാപകൽ ധ്യാനിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. വചനത്തിന്റെ വാതിൽ അമ്മാമേ എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിള് വായിക്കണം. അതേ ഉൽപ്പത്തി മുതൽ ചില സങ്കീർത്തനം മാത്രമേ വായിക്കത്തുള്ളൂ. അതേ ചില ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പം അത് വാക്യം വായിക്കാറുണ്ട്. ഒരു കോളേജ് പെൺകുട്ടി ഒരു ഇന്റർവ്യൂ പോവുകയാണ്. അവൾ എടുത്തപ്പം കിട്ടിയത് യൂദാ ഗെട്ടിയാന്ന് എത്തുന്ന. അയ്യോ, അവൾക്ക് വലിയ സങ്കടമായി പോയി. അവളത് മടക്കി വെച്ചു. പിന്നെയും മടക്കിയിട്ട് തുറന്നപ്പം നീയും അങ്ങനെ തന്നെ ചെയ്യുക, അങ്ങനെ വാക്കിയില്ലേ, നീയും അങ്ങനെ തന്നെ ചെയ്യുക. ഉടനെ ആ പെൺകുട്ടി മടക്കി. അടുത്തത് തുറന്ന് കിട്ടിയ വാക്യം, ഇനി താമസിക്കുന്ന എന്ത്? അയ്യോ, ആ കൊച്ചു അന്ന് ഇന്റർവ്യൂവിന് പോയില്ല. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം, ഇങ്ങനെ വിരല് കുത്തി നോക്കാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. രാപകൾ ധ്യാനിക്കണം, ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. എനിക്ക് ബന്ധന കാരണമായ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുറന്ന വാതിൽ. 118 സങ്കീർത്തനം 19, 20 വാക്യം ഒന്ന് വായിച്ചേ. 118, 19, 20. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതു തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. എന്തിനാ ഈ വാതിൽ തുറന്നു കിട്ടുന്നത്? ദൈവത്തെ സ്തുതിപ്പാൻ. നീതിയുടെ വാതിൽ. അതേ 118 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിനാണല്ലോ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നല്ലത്. യഹോവേ നീ നല്ലവൻ എന്ന് പറഞ്ഞ് ആരംഭിച്ച് അവസാനവും നല്ലവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി ഗീതങ്ങളുടെ ഒരു സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് പറയാണ്, നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ. അത് കണ്ട് ഞാനിങ്ങനെ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയാണോ? അല്ല, ഞാൻ അവയിൽ കൂടി കടന്നാൽ ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നീതിയുടെ വാതിൽ ദൈവം തുറന്നു തരുമ്പോൾ ഒരു സ്തോത്രം ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു പാട്ട് പാടി. അതേ ഡോക്ടർ സ്നേഹ ഷോയി, അത് ഒരു സഹോദരിയാ, ഡോക്ടർ സ്നേഹ ഷോയി 2-3 പാട്ട് പാടി. പ്ലാറ്റ്ഫോം വരുന്നവരെല്ലാവരും കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇപ്പൊ നമ്മൾ ഭജനം പഠിക്കാൻ വന്നിരിക്കുകയാണ്. നീതിയുടെ വാതിൽ എനിക്കായി തുറന്നു തരുവീൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാനാ, യഹോവയെ മഹത്വപ്പെടുത്താനാ ഈ തുറന്നിരിക്കുന്ന വാതിൽ ലഭിച്ചിട്ട് ഒരു സ്തോത്രം പോലും പറയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ? കാരണം 39 സങ്കീർത്തനം പോലെ അതേ, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ചിലരൊക്കെ ഇരിപ്പ് കാണുമ്പോഴല്ലോ, നമ്മൾ ഇവിടുത്തെ യഗാപ്പയിലെ പ്ലാറ്റ്ഫോമില് നിങ്ങളുടെ പുഞ്ചിരിയും ആ സന്തോഷം കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കുന്നത്. അതേ 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 നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. ദാവീദ് ഇതുപോലെ എല്ലാം ഗുണം ഉണ്ടായോ? അവസാനം കിടന്ന് കരയാൻ തുടങ്ങി, സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളത്തിന് ചൂട് പിടിച്ചു. സങ്കടം ഇങ്ങനെ കയറി വന്നിരുന്നപ്പോൾ ചൂട് പിടിച്ചു. ഞാൻ നാവെടുത്ത് 2 വാക്യം ദൈവത്തെ സ്തുതിപ്പാൻ തക്കൊണ്ട് തുടങ്ങി. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു തന്നാൽ നീ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, യഹോവയെ മഹത്വപ്പെടുത്തണം. സ്വർഗത്തിൽ ചെന്നാൽ അതേ ഉള്ള അവിടെ കേട്ടോ.
അവിടെ ചെല്ലുമ്പോഴും അയ്യോ എന്തോ ഒരു ബഹളമാണെന്ന് പറഞ്ഞേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കത്തില്ല. അവിടെ ഹല്ലേലൂയ ശബ്ദം മാത്രമേ ഉള്ളൂ. അവിടെ ഹല്ലേലൂയ പറയാൻ തക്കോടെ പാടില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ടേ, കാരണം അവിടെ അതേ ഉള്ളൂ. അവിടെ ഉപവാസമില്ല, അവിടെ അതേ പിന്നെ ഉപവാസ പ്രാർത്ഥന ഒന്നും അടയില്ല, അവിടെ പ്രാർത്ഥനയും ഇല്ല. അവിടെ നടക്കുന്ന മുഴുവൻ ആരാധനയാണ്. തകർത്തടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലെ, വൈന്യന്മാർ വീണം വിട്ടു പോലെ, വലിയ പുസ്തകത്തിന്റെ ആരവം പോലെ കേൾക്കുന്ന ശബ്ദം ഹല്ലേലൂയ. ഇവിടെ ഹോളിൽ നിന്ന് ആരാധിച്ച് ദൈവജനങ്ങൾ അന്യഭാഷ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ അസഹനീയമായി പ്രവൃത്തി കാണിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ചെറുതിലെ കേൾക്കാൻ പറ്റുന്ന പറയുന്ന ആൾക്കാരുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാലും ചോദിക്കുക. ഇന്ന് രാത്രി കാലം അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ വെച്ച് തന്നെ സ്തോത്രവും ഹല്ലേലൂയയും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീതിയുടെ വാതിൽ മത്തായി 7:13-14 വാക്യം വായിച്ചേ. മത്തായി 7:13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ഇടുക്കുവാതിൽ കൂടി അകത്ത് കടപ്പി. നമ്മുടെ മുമ്പിലുള്ള ഇടുക്കുവാതിൽ വരും കേട്ടോ. ചില സമയത്ത് ഒരു നിലയിലും കടപ്പാൻ വയ്യാത്ത നിലയിലുള്ള വാതിലാണ് ഇടുക്കുവാതിൽ. അതിന്റെ അന്യർത്ഥം ഞാൻ പറയാണ്. ഇടുക്കുവാതിൽ 2 വാതിലാണുള്ളത്. ഇടുക്കുവാതിൽ നാശത്തിലേക്കുള്ള വാതിൽ. ഇടുക്കുവാതിൽ കൂടി കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇടുക്കവും ഞെരുക്കവും വരുമ്പോൾ ഇട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു മർക്കോസ്. മർക്കോസ് എഴുതിയ സുവിശേഷം, ആ മർക്കോസിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അതിന്റെ പിന്നെ 14-ാം അധ്യായത്തിലെ 51-52 വാക്യം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ നഗ്നനായി കർത്താവായ യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് വെറും ശരീരത്തിന് പുതപ്പും പറിച്ചുകൊണ്ട് യാത്ര ചെയ്തൊരു ബാല്യക്കാരനില്ലേ, അത് ഈ മർക്കോസ് തന്നെയായിരുന്നു. അവൻ പിന്നീട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അവന്റെ വീട്ടിലാണ് ഈ പ്രാർത്ഥനയൊക്കെ നടന്ന് കൊണ്ടിരുന്നത്. അവന്റെ വീട്ടിലാണ് സെഗിയോൻ മാളികയിൽ, അതേ മർക്കോസിന്റെ മാളി എന്ന് പറഞ്ഞാൽ ഈ മർക്കോസിന്റെ വീടായിരുന്നു. അവൻ കർത്താവിന്റെ ഒരു ശിഷ്യനല്ലായിരുന്നു, ഒരു ബാല്യക്കാരൻ. ലൂക്കോസും യേശുവിന്റെ ശിഷ്യനല്ലായിരുന്നു. മർക്കോസും യേശുവിന്റെ അപ്പോസ്തലന്മാരിലുള്ള ശിഷ്യനല്ലായിരുന്നു. ഇവർ രണ്ടുപേരും. ഈ ബാല്യക്കാരനും ഒരു സുവിശേഷം എഴുതി. വൈദ്യനായി ലൂക്കോസും ഒരു സുവിശേഷം എഴുതി. അവർ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അതിന്റെ ചരിത്രം അതുപോലെ എഴുതിയ 2 വ്യക്തികളാണ്. ഈ മർക്കോസ് വെറും ശരീരത്തിന്മേൽ പുതപ്പും പതിച്ചുകൊണ്ട് യേശുവിന് എന്ത് സംഭവിക്കാമെന്ന് അറിയാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു പോവുക. യേശു അവരുടെ വീട്ടിൽ വന്ന് ഈ അതേ വചനം സംസാരിക്കുന്നതൊക്കെ ഇവൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവൻ ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ പിടിച്ചോണ്ട് പോയപ്പോൾ വെറും ശരീരത്തിന്മേൽ പുതപ്പും പതിച്ചുകൊണ്ട് അവൻ പോവുക. അവരിൽ ഒരുത്തൻ പറഞ്ഞു ഇവനും ആ കൂടുതലുള്ളതെന്ന് പറഞ്ഞ് പുതപ്പെ കയറി പിടിച്ചു. അവൻ പൂർണ്ണ നഗ്നനായി ഓടിപ്പോയി. അവന്റെ പേരോട് പറഞ്ഞിട്ടില്ല. ആ മർക്കോസ് ആദ്യം സുവിശേഷങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം വായിക്കുമ്പോൾ അതേ അവിടെ വായിക്കുന്നത് അപ്പോസ്തലന്മാർ സുവിശേഷങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ പൗലോസും ബർന്നബാസും സുവിശേഷങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ മർക്കോസ് അവരുടെ ബാഗൊക്കെ പിടിച്ച് പുറകെ നടക്കുന്ന ഒരു ബാല്യക്കാരനായിരുന്നു. ദൈവത്തിന് സാർ ഇങ്ങനെ അവനും ഈ ബാഗൊക്കെ പിടിച്ച് നടന്നു പോയ സന്ദർഭത്തിൽ ഭയങ്കര എതിർപ്പ്, ഭയങ്കര കല്ലറ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ തിരിച്ചു പോയതാ. പമ്പുല്ലിയെ വെച്ച് ഞാൻ ഇനി പ്രവൃത്തിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വീട്ടിൽ പോയി. അതെ, തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അവൻ അത് കുത്തൽ കൊണ്ടു. പിന്നെ അവൻ തിരിച്ചു വന്ന സന്ദർഭത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ ലേഖനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാകിയാൽ അവനെ തിരിച്ചു കൊണ്ടുവരുകയും. ദൈവത്തിന് സ്തോത്രം. അവനെ പിന്നെ തിരിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ്. ഇടുക്കം കാണുമ്പോൾ, അതാണ് ഞാൻ പറയാൻ വന്നത്, ഇടുക്കവും ഞെരുക്കവും കല്ലേറും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൽ കൂടി അകത്തോട്ടൊന്ന് കടന്നേ കുറെ കഴിയുമ്പോൾ അതിന്റെ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹം ഉന്നതമായ ബിരുദം സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലണ്ടിലെ ഡേവിഡ് ലിവിങ്സ്റ്റൺ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ബിരുദദാന ദിനത്തിൽ ഒരു പ്രത്യേക ചടങ്ങ് നടത്തി. അതിന്റെ ഗ്രാജുവേഷൻ സെറമണി. അദ്ദേഹം യൂണിഫോം എല്ലാം ധരിച്ച് 10,000 കുഞ്ഞുങ്ങൾ യൂണിഫോം ധരിച്ച് ആ ഗ്രാജുവേഷൻ സെറമണി നടത്തിയപ്പോൾ അത് ലീഡ് ചെയ്യുന്ന അതിന്റെ പ്രിൻസിപ്പൽ ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ നിന്നാണല്ലോ ഒരു കാലത്ത് സുവിശേഷം ഇറങ്ങി പുറപ്പെട്ടത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലഭിച്ച ഗ്രാജുവേഷൻ ദൈവം നിങ്ങൾക്ക് തന്ന ബുദ്ധി കൊണ്ടാണ് ചെയ്തത്. ദൈവം നിങ്ങൾക്ക് തന്ന ജ്ഞാനമാണ്. ഇന്ന് നിങ്ങളുടെ പ്രത്യേക ദിവസമാണ്. ഉന്നതമായൊരു ബിരുദമാണ് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം,
നിനക്ക് ലഭിച്ച എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ലഭിച്ച ബിരുദം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ എത്ര പേര് മുന്നോട്ട് വരുമെന്ന് ചോദിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉണ്ടല്ലോ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് മുൻപോട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ആ യൂണിഫോം ധരിച്ച് മുൻപോട്ട് ചെന്ന് കവിണ് വീണ് നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അവനെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ കൂട്ടുകാരൻ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എന്തൊരു പ്രവൃത്തിയാണ് കാണിച്ചത്. അവൻ അവിടെ നിന്ന് ചീത്ത വിളിച്ച് ഇറങ്ങിപ്പോയി. ഈ ഡേവിഡ് മിഷനാണ് ആഫ്രിക്കയിൽ കടന്നുപോയി സുവിശേഷം അറിയിച്ചത്. അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ ഭാഷയിൽ ബൈബിൾ എഴുതി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം അവിടെ തന്നെ കടന്നങ്ങ് മരിച്ചു കേട്ടോ. അപ്പുറത്തേക്ക് ആഫ്രിക്കക്കാര് അദ്ദേഹത്തെ നല്ലൊരു ശവടക്ക് കൊടുക്കാൻ തക്കണം തീരുമാനിച്ചപ്പോൾ ഇംഗ്ലണ്ട് പറഞ്ഞു, അല്ല ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഇംഗ്ലണ്ടിൽ നിന്ന് അല്ല ആഫ്രിക്കയിൽ നിന്ന് അത് അമേരിക്കയിൽ അല്ല ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. എന്നാൽ ആഫ്രിക്കക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വിട്ടുതരാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിന്റെ കരളും ചങ്കും അവർ തുറന്നെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആ കരളും ചങ്കും ഞങ്ങൾക്ക് ഹൃദയവും തുറന്ന് അവരെടുത്തു, ഓപ്പറേഷൻ ചെയ്തെടുത്തു. അദ്ദേഹത്തിന്റെ ആ ചങ്കും കരളും അതേ എല്ലാം എടുത്ത് ആഫ്രിക്കയിൽ അതേ ഒരു ശവകുടീരം ഉണ്ടാക്കി. ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ആ നിലയിലുള്ള ശവകുടീരമുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി മാത്രം അയച്ചു കൊടുത്തു. ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ഒരു ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ വലിയ വിലാപത്തോടുകൂടി ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിൽ വെളിച്ചം പറഞ്ഞ ഡേവിഡ് ലിവിങ്സ്റ്റണ് വലിയ ഒരു അത് യാത്രയിൽ കൊടുക്കാൻ തക്ക തീരുമാനിച്ച് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ചങ്കില്ല കരളില്ല ഒന്നുമില്ല, അത് ആഫ്രിക്കയിൽ അവിടെ ഒരു കുടീരമുണ്ട്. അതെല്ലാം ആ ശരീരം വഹിച്ച് തേരിൽ ഒരു വലിയ വിലാപയാത്രയായിട്ട് ബാൻഡ് മേളങ്ങളോടെ കൊണ്ടുവരുന്ന സന്ദർഭം. ആ സമയം വലിയ ബാൻഡ് മേളമായിരുന്നു, ദുഃഖത്തിന്റെ ആചരണം നടത്തുകയാണ്. ഇത്ര വലിയ മകാൻ ആഫ്രിക്കയെ സുവിശേഷം അറിയിച്ച് സുവിശേഷത്തിന് വെളിച്ചം പകർന്ന ഈ ദൈവത്തിന്റെ ദാസനെ മാനിക്കാൻ തക്ക തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ദൂരെ നിന്ന് ഒരു ഭ്രാന്തൻ അദ്ദേഹം തലമുടിയെല്ലാം നീണ്ട് അലറിക്കൊണ്ട് ഈ ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു വന്നു. സെക്രട്ടറിയോട് വിചാരിച്ചു എന്തോ സംഭവിക്കാൻ പോവാന്ന്. രണ്ട് തോക്കെടുത്തു. ഇദ്ദേഹം വന്നിട്ട് ഈ തേരിന്റെ അരിക്ക വന്നിട്ട് ഇദ്ദേഹം നിലവിളിച്ച് ചങ്കിനടിച്ചുകൊണ്ട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റൺ, അന്ന് കോളേജിൽ വെച്ച് നീ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തപ്പോ ഞാൻ ആ ഗ്രാജുവേറ്റ് സെറമണി അലങ്കോലമാക്കി ഞാൻ നിന്നെ ചീത്ത വിളിച്ച് ഇറങ്ങിപ്പോയി. ഞാനോ ഒരു ഭ്രാന്തനായി പോയി. നീയോ ആഫ്രിക്കയിൽ കടന്നുപോയി സുവിശേഷത്തിന്റെ പ്രകാശം പരത്തിയ നിനക്ക് ഈ ഗവൺമെന്റ് ഇത്ര വലിയ ഒരു വിലാപയാത്ര നൽകുന്നു. ഞാനോ ഒരു ഭ്രാന്തനായി പോയി. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി കാലയുടെ വായിക്കുന്നുണ്ടറിയാമോ? ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പി. സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗത്തെ കുറിച്ച് വിവരിക്കാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. ഇടുക്കുവാതിൽ. ഇനി അടുത്തത് 2 കൊരിന്ത്യർ 2:12 വായിച്ചേ. 2 കൊരിന്ത്യർ 2:12. എന്നാൽ ഞാൻ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കോദിനിക്ക് പുറപ്പെട്ടു. നോക്കണമേ, പ്രവൃത്തിക്കായിട്ടുള്ള വാതിൽ. അടുത്ത വാതിലാണ് പ്രവൃത്തിക്കായിട്ടുള്ള വാതിൽ. ഞാൻ ത്രോവാസിൽ വന്നാറേ എനിക്ക് പ്രവർത്തിപ്പാൻ തക്കണം ദൈവം ഒരു വാതിൽ തുറന്നു വിട്ടു. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ വടക്കേണ്ടി കടന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോയതാണ്. അവിടെ ചെന്ന സന്ദർഭത്തിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ആരംഭകാലത്ത് അനുഭവിച്ചു. കുറെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് ആൺമാക്കൾ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ കുറിച്ച് കരുതുന്ന കരുതൽ. ഞാനൊരു യോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കടാരിയും പിടിച്ചുകൊണ്ട് ഒരാള്, ഒരു പമ്പ് മത്തായി എന്ന് പറയുന്ന ആള്, അവിടെ വലിയ മീശക്കാരനാണ്. അദ്ദേഹം ഈ യോഗത്തിന് വന്ന് നിൽക്കുകയാണ്. അതേ ആൾക്കാർക്ക് അദ്ദേഹത്തെ വലിയ പേടിയാണ്, ഭയങ്കര ചട്ടമ്പിയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പമ്പ് മത്തായി കടാരി തന്റെ എളിയിൽ തിരികിയിട്ടുണ്ട്. അദ്ദേഹം ഓടി എന്റെ അരിക്കലേക്ക് വന്നപ്പോൾ ആൾക്കാർ കയറി പിടിച്ചു, എന്നെ കുത്താൻ വരികയെന്ന് വിചാരിച്ചു. അദ്ദേഹം വന്ന് അവിടെ താഴെ വീണിട്ട് പറയുക, കൊടുക്കടാ പാസ്റ്റർക്ക് 10 രൂപ. എന്റെ തലയിൽ ദൈവം ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ അത് കുത്തുകൊണ്ടൊരു മഹാ കള്ളുകൂടിയൻ ചട്ടമ്പി അദ്ദേഹം പറഞ്ഞു, എന്റെ തലയിൽ ദൈവം ഇറങ്ങിയതാ, 10 രൂപ കൊടുക്ക് പാസ്റ്റർക്ക്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കടന്നു വരാൻ തക്കണം ഇടയായി. പ്രവൃത്തിക്കായി നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വരുമ്പോൾ
നീ അതിൽ കൂടി കടന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കത്തക്ക നിലയിൽ ഇന്നും ദൈവത്തിന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിരുന്നു. നിന്റെ വീട്ടിൽ വേലക്കാരത്തിയില്ലേ? ആ വേലക്കാരത്തോട് ഇന്ന് വരെ ഒരു സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വിലയേറിയ ആത്മാവാന്ന് ഓർക്കണം. അടുത്ത വീട്ടിലെ ജാനകിയോടെ എന്നും കുശല പ്രശ്നം നടത്തി പോകുകയല്ലാതെ കർത്താവിനെ കുറിച്ച് 2 വാക്ക് പറയുന്നുണ്ടോ? പ്രവർത്തിക്കായി നിനക്ക് മുൻപിൽ തുറന്നിരിക്കുന്ന വാതിലാണെന്ന് അത് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് ദിവസം 4:1-2 വാക്യം വായിച്ച്. വെളിപ്പാട് 4:1-2. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. താമസിയാതെ നമുക്ക് വേണ്ടി തുറക്കാൻ പോകുന്നൊരു വാതിലാണ് കേട്ടോ. സ്വർഗത്തിൽ എനിക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. തുറന്ന് കേൾക്കുന്ന ശബ്ദം, ഇവിടെ കയറി വരുവീ. അന്ന് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഈ മേൽ പറഞ്ഞ വാതിലൊക്കെ തുറന്ന് ലഭിച്ച പ്രിയപ്പെട്ടവർക്ക് താമസിയാതെ ഒരു സ്വർഗീയ വാതിൽ തുറക്കാൻ തക്കൊണ്ട് പോവുകയാണ്. ആ ശബ്ദം ആരുടെയാണെന്നറിയാമോ? ഒരു ദൂതന്റെ ശബ്ദമല്ല. ആ ശബ്ദം ആരുടെയാണെന്നറിയാമോ? മീകായേലിന്റെ അല്ല. ആ ശബ്ദം ആരുടെയാണെന്നറിയാമോ? ഗബ്രിയേലിന്റെ അല്ല. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദമാണ്. ഇവിടേക്ക് കയറി വരിക. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് കർത്താവ് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ആ പുറത്തു വരാൻ പറഞ്ഞ സന്ദർഭത്തിൽ ലാസർ എന്ന് പേര് വിളിച്ചാണ് പറഞ്ഞത്. ലാസർ പുറത്തു വന്നു. എന്നാൽ ഇവിടേക്ക് കയറി വരിക എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അതേ പേര് പറയാതെ പറഞ്ഞിരുന്നെങ്കിൽ, അതുവരെ മരിച്ചുപോയ മൃതന്മാരെല്ലാം ഉയർത്തെന്നേറ്റ് വന്നേനെ എന്നാണ് മഹാനായ പാസ്റ്റർ പി ഡി ജോൺസൺ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കല്ലറകളുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ. കല്ലറകളുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ടാൽ പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ഇപ്പോൾ കർത്താവ് കൂട്ടമായിട്ട് വിളിക്കാണ്, എന്റെ ജനമായുള്ളവരെ, ക്രോധം കഴിഞ്ഞു പോകുവോളം അല്പസമയത്ത് അറയിൽ പ്രവേശിച്ച് വാതിലടച്ചു ഒളിച്ചിരിക്കുക. ഇവിടേക്ക് കയറി വരിക. മേലാൽ സംഭവിപ്പാൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉടനെ ഞാൻ ആത്മവിഷനായി. നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. സ്വർഗത്തിലേക്ക് കയറി നമുക്ക് വേണ്ടി താമസിയാതെ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ കർത്താവ് തന്നെ ഒരു വാതിലാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-9 വാക്യം വായിച്ചേ. അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും ഒടുപ്പാനും അല്ലാതെ. കേട്ടോ, കർത്താവ് പറയാണ്, ഞാനും ഒരു വാതിലാന്നല്ല, ഞാൻ തന്നെ വാതിൽ. എനിക്ക് ആ പദത്തിന്റെ അകത്ത് എന്തോ വലിയ ഇഷ്ടമാണെന്നറിയാമോ? അത് ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ വായിക്കുമ്പോൾ ഐ ആം ദി വേ, ഐ ആം ദി ഡോർ, ഞാൻ തന്നെ വാതിൽ. വേറൊരു വാതിലില്ല, ഒറ്റ വാതിലേ ഉള്ളൂ. വാതിൽ കർത്താവാണ്. ഇന്ന് രാത്രിക്കാലം ഈ വാതിലെല്ലാം തുറന്നു കിട്ടണമെങ്കിൽ ഈ വാതിലാകുന്ന യേശു ആകുന്ന വാതിൽ കൂടെ നമ്മൾ അകത്ത് പേർന്നു. ഞാൻ വാതിലാകുന്നു, അതേ എൻ്റെ ഒരിക്കൽ കടന്നു വരുന്നവൻ അതേ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. കർത്താവ് പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തൻ രക്ഷയില്ല, ഒറ്റ വാതിലേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. നോഗയുടെ പട്ടണത്തിന് പല വാതിലില്ല, ഒരൊറ്റ വാതിലേ ഉള്ളൂ. ആ വാതിൽ കൂടെ മാത്രമേ അകത്തേക്ക് കയറാൻ തക്കൊണ്ട് സാധ്യമുള്ളൂ. ആ വാതിലിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാത്രികാലം ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അഗ്നി പരീക്ഷയായ നീറ്റ് പരീക്ഷ എഴുതാൻ തക്കോണം അതേ പരീക്ഷാ ഹോളിലേക്ക് കടന്നു ചെന്നു. അവൾ സമയത്തിനാണ് കടന്നു ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഒരു വർഷത്തെ കഠിനാധ്വാനം അത് മുഴുവൻ അതേ അന്ന് ഫലം കാണാൻ തക്കൊണ്ണം പോവുകയാണ്. അവിടെ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഫോട്ടോ കൊണ്ടുവന്നില്ല. ആ ഫോട്ടോ അവിടെ വേണമായിരുന്നു. അപ്പം അതില്ലെങ്കിൽ അകത്ത് പരീക്ഷ എഴുതാൻ തക്കണം ഒക്കത്തില്ല. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു ലേഡി SI, നോക്കണം, SI, ഇതൊരു പെന്തക്കോസ്തുകാരി പെൺകുട്ടിയാണ്. അവളെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഫോട്ടോ എടുത്തില്ല. ഇപ്പൊ എവിടെ പോകാനാ? പരീക്ഷ തുടങ്ങാൻ പോവാ, ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ SI പറഞ്ഞു, നിനക്ക് എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു, ഞാൻ ഇത് കൊണ്ടുവന്നില്ല, എനിക്ക് എഴുതാൻ ഒക്കത്തില്ല. ആ SI പെട്ടെന്ന് അടുത്ത ഒരു സ്റ്റുഡിയോക്കാരനെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്നിട്ട് അവൾ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. ആ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിയില്ലെങ്കിൽ
അവരുടെ ഒരു വർഷത്തെ അധ്വാനം മൊത്തം പോവുകയാണ്. വേറൊരു എസ്ഐ കൂടെ കൂടി രണ്ടുപേരുടെ പെട്ടെന്ന് ജീപ്പിൽ അവിടെ കൊണ്ടുപോയി ഒരു 15-20 മിനിറ്റിനാവും ഫോട്ടോ എടുത്ത് അത് ചെയ്യേണ്ട നിലയിൽ ക്രമീകരിച്ച് നീറ്റ് പരീക്ഷയിൽ ആവശ്യപ്പെട്ട അനുസരിച്ച് അവൾ മറന്നുപോയതാണ്. അതേ ക്രമീകരണത്തിൽ ചെയ്ത് അകത്തുകൊണ്ട് അവിടെ വന്നപ്പോൾ 1 മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റിന് അവൾ അകത്ത് കയറി വാതിലടച്ചു. രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആ കുട്ടിയുടെ സാക്ഷ്യം, ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും കരഞ്ഞുപോയി. കാരണം എനിക്ക് കുഞ്ഞുങ്ങളില്ലേ. ദൈവത്തിന് സ്തോത്രം. ആ തക്ക സമയത്ത് വന്നപ്പോ അവിടെ ഈ നീറ്റ് പരീക്ഷയെ നിയന്ത്രിക്കാൻ നിന്ന ഒരു SI, അതേ ഒരു സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് അവിടെ പെട്ടെന്ന് ജീപ്പിൽ കയറ്റി ഒരുത്തനെ വിളിച്ചു വരുത്തി, കട തുറന്നില്ല, തുറപ്പിച്ച് ഷടപ്പുരൻ അതേ ഫോട്ടോ എടുത്ത് അത് അറ്റാച്ച് ചെയ്ത് ആ നീറ്റ് പരീക്ഷ ഓടി വന്നപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അകത്ത് കയറി 1 വർഷത്തെ അധ്വാനം ചെയ്തു. ഇന്ന് രാത്രി കാലം നിന്റെ വാതിൽ അടഞ്ഞു പോയി എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് ഇന്ന് രാത്രി കാലം നീറി പൊതിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് വാതിൽ തുറന്നു തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഭാരപ്പെടില്ല കേട്ടോ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ കേട്ടോ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചുമില്ല. ഇനി ദൈവം അടച്ച 3 വാതിലിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതിനുശേഷം ദൈവം തുറന്ന 3 വാതിലിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എഴുതിയെടുക്കുന്നവര് എഴുതിയെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-24 വാക്യം. ദൈവം അടച്ച 1-ാമത്തെ വാതിൽ. ഉൽപ്പത്തി 3:23-24. ആരുമില്ലയോ? അവനെ എടുത്തിരുന്ന സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. നോക്കണമേ, ഏദൻ തോട്ടത്തിന്റെ വാതിൽ അടച്ചു. ദൈവമാണ് അടച്ചത്. ദൈവം അടച്ച തുറക്കാൻ ഒക്കുമോ? ഒരു കുടുംബത്തെ വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കി, എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കി. ആദ്യമേ അവന് വേണ്ടത് എല്ലാം ക്രമീകരിച്ചാണ് തോട്ടത്തിൽ കൊണ്ടാക്കിയത്. 1-ാമത്തെ വീടാന്ന് ഓർക്കണം. ഇറാഖിലാണ് ഏദൻ തോട്ടം. ഇറാഖിൽ ഇന്ന് ആ തോട്ടം ഇല്ല. അവിടെ നോഗയുടെ പ്രളയകാലത്ത് അത് വെള്ളത്തിന്റെ അടിയിൽ ആയിപ്പോയി എന്ന് എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യത്തിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ഇവിടെ വായിക്കുന്ന യഹോവയായ ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഒരു തോട്ടം ഉണ്ടാക്കി, അവനെ സൃഷ്ടിക്കുന്ന ഒരു തോട്ടം ഉണ്ടാക്കി, ഒരു വീട്, 1-ാമത്തെ വീട്. അവന് വേണ്ടുന്ന എല്ലാ ഫലങ്ങളും അവിടെ, സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം കേട്ടോ. അവനെ ആക്കിയ സമയത്ത് നോക്കിയ വേളയിൽ അവനൊരു കൂട്ടാളിയില്ല, ഒരു കല്യാണം വേണം. ദൈവം തന്നെ ഒരു കല്യാണം നടത്തി കൊടുത്തു കേട്ടോ. ദൈവമാണ് നമ്മുടെ വിവാഹങ്ങളെല്ലാം നടത്തുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പെണ്ണിനെ മുന്നേ കൊണ്ട് നിർത്തി. അവൻ കണ്ടപ്പോഴേ പറഞ്ഞു, ഇതെന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാസമാണ്. എന്തൊരു സന്തോഷമായിരുന്നറിയോ. അയ്യോ, ഞാൻ ബോംബെയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴേ കല്യാണം കഴിച്ചു വന്ന ചെറുക്കന്മാര് ഈ പെണ്ണിനെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പിന്നെ മനസ്സിലായി, ഇത് സ്ത്രീജനം ബലഹീന പാത്രമാണ്. ഈ പൊൻപാത്രവും വെള്ളിപ്പാത്രവും ഒക്കെ എടുക്കുന്ന പോലെ അത് എടുക്കാനൊക്കത്തില്ല. മണ്ണുകൊണ്ടല്ലേ ഉണ്ടാക്കിയത്. ആ മൺപാത്രം നമ്മൾ എടുക്കുമ്പോൾ വലിച്ചെടുക്കാൻ പറ്റുമോ? അതിങ്ങനെ താങ്ങി പിടിച്ചെടുക്കാനൊക്കത്തുള്ളൂ. അപ്പൊ അത് വെച്ചായിരിക്കും ഇത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവാസികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ഇന്ന് ബഹുമാനമൊന്നും കൊടുക്കത്തില്ല. അയ്യോ, അങ്ങനെ ചെയ്യരുത് ഭർത്താക്കന്മാർ. നിങ്ങളുടെ ഭാര്യമാരെ നല്ലവണ്ണം സ്നേഹിച്ച് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അതേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാലം വന്നെന്നുള്ള നിലയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഭർത്താക്കന്മാർ ആ നിലയിലോട്ട് ചെല്ലാനും പാടില്ല. സ്നേഹമുള്ളവരായിരിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏദൻ തോട്ടത്തിൽ ആദാമിനൊരു കൂട്ടാളിയെ കൊടുത്തു. ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗസ്ഥനായ ദൈവമാണ്. എന്നാൽ മനുഷ്യർ വേറെ ആരുമില്ല. ദൈവ കല്യാണം നടത്തിയ സന്ദർഭത്തിൽ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ആശ്ചര്യത്തോടെ നിന്നു. കാരണം എല്ലാത്തേക്കാളും വ്യത്യസ്തമായ നിലയിലാണ് കർത്താവ് നിർത്തിയത്. നല്ല സുന്ദരം കുടുംബം. ഇനി അത് മാത്രമാണോ അവർക്ക് കഴിക്കാനുള്ള ആഹാരം എല്ലാം അവിടെ ദൈവം തമ്പുരാൻ ഒരുക്കി കൊടുത്തു? അത് മാത്രമാണോ അവർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? ഏതെങ്കിലും ഒരു നദി പൊട്ടിപ്പുറപ്പെട്ടു. അത് 4 ശാഖയായി തിരിഞ്ഞു. എവിടെ തിരിഞ്ഞാലും വെള്ളവും കൊടുത്തു. ഇതുപോലെ ദൈവം തമ്പുരാൻ തൻ്റെ കുടുംബത്തെ പരിപാലിച്ച പരിപാലനം അവരവിടെ ചുമ്മാ ഇരിക്കാനല്ല, അവിടെ പ്രത്യേകിച്ചിട്ടുണ്ട് തോട്ടത്തിൽ വേല ചെയ്യുവാനും. ചിലരുണ്ടല്ലോ ഒരു പണിയും ചെയ്തിട്ട് ചുമ്മാ ചൊറിയും കുത്തി നടക്കുക.
അദ്ദേഹം അധ്വാനിക്കത്തൊന്നുമില്ല, ഒരു പണിയും ചെയ്യാതെ. എന്നാൽ ഒന്നാമത്തെ മനുഷ്യനെ ആക്കിയപ്പോൾ അവിടെ എഴുതിക്കുന്ന വാചകം തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ നനപ്പാനും പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിനെ കാപ്പാനും. ആരിന്ന് കാക്കണം? കേട്ടോ, നമ്മുടെ കുടുംബമാകുന്ന തോട്ടം നമ്മൾ കാക്കണം കേട്ടോ. സാത്താൻ കയറി പ്രവർത്തിക്കാതെ കുടുംബ പ്രാർത്ഥന നടത്താതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നിന്റെ തോട്ടം നീ കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. നിന്റെ അധ്വാനപ്പെടെ നീ തിന്നും. തേജസ്സിന്റെ ശരീരത്തിൽ ഇരുന്നപ്പോഴാണ് കുടിക്കാൻ തക്കണം അവിടെ വെള്ളമുണ്ട്, എല്ലാ പശ്ചാത്തലം ഒരുക്കി നീ തോട്ടം നനയ്ക്കണം. രാവിലെ കിടന്ന് ഞാൻ ഇവിടുത്തെ കാലം അല്ലേ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കും ഞാൻ അഗാപ്പെ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് വഴക്ക് പറയാന്ന്. അല്ല, നമ്മളെല്ലാവർക്കും ഒരു ഗുണദോഷമാണ് തരുന്നത്. അവിടെ പ്രത്യേകതയുണ്ട്, തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ നനപ്പാനും തോട്ടം കാപ്പാനും. ഏത് സമയത്ത് സാത്താൻ കടന്നു വരാം, അതിനെ കാത്തു സൂക്ഷിക്കണം. വലിയ ഉത്തരവാദിത്തോടെ ആക്കിയത്. പുള്ളി ഇതെല്ലാം തെറ്റിച്ച് കളഞ്ഞു. നമ്മുടെ കൊച്ചമ്മയാണ് അതിന് മുന്നേ നിന്നത്. ഒന്നാമത്തെ അമ്മച്ചി അത് സർപ്പമായിട്ട് സംസാരിക്കുന്നു, പാമ്പുമായിട്ട്. അന്ന് സർപ്പത്തിന് പാമ്പിനൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അത് പിന്നെ പാപത്തിന്റെ ഫലമായിട്ട് മാറിപ്പോയതാണ്. ബെലയാമിന്റെ കഴുത സംസാരിച്ചില്ലേ? നഷ്ടപ്പെട്ടു പോയ കൃപ കഴുതയ്ക്ക് ആ സമയം ദൈവം തിരികെ കൊടുത്ത. അന്ന് മൃഗജാലങ്ങളെല്ലാം സംസാരിക്കുമായിരുന്നു, സിംഹമൊക്കെ സംസാരിക്കുമായിരുന്നു, ഒന്നിച്ചിരുന്ന് മെയ്യുന്ന. എത്ര മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമാണ്. ആ മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞു കേട്ടോ. അവ പാമ്പിനോട് സംസാരിക്കുക, ഭയങ്കര മർത്താണ്. അതേ ഈ വൃക്ഷത്തിന്റെ ഫലം വാസ്തവമായി തിന്നാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഉടനെ അവള് പറഞ്ഞു, അയ്യോ അത് തിന്നുകയും വരുതേ തൊടുകയും വരുതേ. തുടർന്ന് കർത്താവ് പറഞ്ഞില്ല. കൂട്ടിച്ചേർക്കുക. ഭർത്താവിന്റെ ശമ്പളത്തെ 2 കൊണ്ട് ഹരിച്ച് കൂട്ടിച്ചേർക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. 3 കൊണ്ട് വയസ്സിനെ ഹരിച്ച് കുറയ്ക്കുന്നവരുണ്ട്. ആദ്യമേ തുടങ്ങി നമ്മുടെ കൊച്ചമ്മയാണ്, നമ്മുടെ അമ്മ ചേർന്ന തോട്ടത്തില് കേട്ടോ. ശമ്പളം കുറച്ചേ ഉള്ളൂ, എന്നാലും അതിനെ 2, 3 കൊണ്ട് ഹരിക്കുന്ന പ്രിയപ്പെട്ടവരും. അപ്പൊ നോക്കണമോ, ആദ്യം കള്ളം പറഞ്ഞു നമ്മുടെ അമ്മാമ്മയാണ്. അവൻ പറഞ്ഞു ഇത് തിന്നുന്ന ആളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും, ദൈവത്തിന് അറിയാം. അമ്മാമ്മയ്ക്കൊരാഗ്രഹം അങ്ങനെ ആകണം. ഭർത്താവ് കൂടെ ഉണ്ടെന്നേ. പാമ്പ് പറിച്ച് അവിടെ കൊടുത്തു. അവള് ഭർത്താവിന് ഇരുവരും തിന്നായിരിക്കുന്നത്. നാളെ ആരാണ്ട് അച്ചായൻ പറഞ്ഞു അവള് പിക്നിക്കിന് പോയ സമയത്ത് ഈ പണി എത്താൻ പറ്റിയെന്ന്. അല്ല, 2 പേരുണ്ടായിരുന്നു. അച്ചായന് കൊടുത്തു. അച്ചായൻ നല്ലെന്ന് കണ്ടപ്പോൾ പുള്ളിയും കയറി തിന്നു. ഇടപാട് തീർന്നു പോയി. ആ കുടുംബം നശിച്ചു. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബം. ഇനി ഇവരെ വെച്ചോണ്ടിരിക്കാൻ നോക്കൂ. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോ ഇവർക്ക് എന്നും ഓടിച്ചെല്ലുന്ന ഇവരെ കാണുന്നില്ല. ഒരു വിളി വിളിച്ചു, നീ എവിടെ? ഞാൻ കൊച്ചിലെ സൺഡേ സ്കൂളിൽ വിചാരിച്ചെന്താണെന്നറിയോ, നീ എവിടെ നിന്ന് ചോദിച്ചപ്പോഴേ, സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ദൈവം രാവിലെ മുതൽ ഏതോടത്ത് കൂടെ അറിഞ്ഞിട്ട് ഇവരെ കാണാതെ വന്നപ്പം, എടാ ആദാമേ നീ എവിടാ നീ പറയടാ, ഞാനങ്ങ്. അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം. നീ എവിടെയെന്ന് ചോദിച്ചതിൻ്റെ അർത്ഥമുണ്ട്. ആദാമേ ഞാൻ നിന്നെ ആക്കിയ സ്ഥാനത്ത് നീ ഉണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, പറഞ്ഞറിയാമോ, തോട്ടത്തിൽ എന്നോട് ഇരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. നോക്കണമേ, അതുവരെ കല്യാണം കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞെന്നറിയും, ഇതെന്റെ അസ്ഥിയും എന്റെ മാസം വന്ന് പറഞ്ഞ് വലിയ ബഹളായിരുന്നു. ഇപ്പൊ നോക്കണമേ, പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ പറയാം ഈ സ്ത്രീ. അയ്യോ, ഞാന് ചില സമയത്ത് ഇവരുടെ വലിയ പൊക്കി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരൊക്കെ തള്ളി പറയുന്ന സന്ദർഭമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, ആ നീ അങ്ങനെ സംഭവിച്ചോ? സ്ത്രീയോട് ഏറ്റവും പറഞ്ഞു പാമ്പ് തന്നു, ഒരുത്തിനും സംഭവിക്കരുത്. അവരന്ന് പറയുക, ദൈവമേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, നീ ഞങ്ങൾ തെറ്റ് കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി വേറൊരു ഗതിയായിട്ട് മാറിപ്പോയെന്ന് എന്ന് ഞാനങ്ങ് വിചാരിക്കുക. എന്നാൽ ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, ദൈവത്തെ വിളിക്കാതെ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് സാത്താനുമായി സംസാരിച്ച് ആകെപ്പാടെ അന്ധകാരമായി നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഒരു കുടുംബം ചെയ്ത ഇനി ഇവിടെ ഒറ്റ നിമിഷം നിർത്തിക്കൊണ്ട് ഇരിക്കാൻ ഒക്കത്തില്ല. ദൈവത്തെ ഇറങ്ങി വന്നു, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അനന്തരം നാം ഇറങ്ങിച്ചെല്ലാനാ പറഞ്ഞത്. അനന്തരം ദൈവം തമ്പുരാൻ ഇറങ്ങിച്ചെന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവർ നമ്മളിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു പറയാം. നന്മ തിന്മകളെ തിരിച്ചറിയത്തക്കൊണ്ട് നമ്മളിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. ആ നമ്മിൽ നിന്ന് പറഞ്ഞ ആരാ? പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇനി അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് എന്നേക്കും ജീവിക്കാണ്ട് വരരുത്. ദൈവം ആദാമിനോട് ചെന്ന് ചോദിക്കും, അയ്യോ ദൈവം എന്തൊരു കഠിന ഹൃദയമുള്ളവനാ, ഒരു പഴം പറിച്ചെന്ന് പറഞ്ഞ് അവൻ ഇറക്കി വിടാവോ? അതെ, ഇനി ദൈവം സ്നേഹം കൊണ്ട് ഇറക്കി വിട്ടത്. ഇനി അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്. ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത, ഏതൊരു ജീവനിൽ നിന്ന് ഭക്ഷിക്കുവോ അതേ ജീവനിൽ എന്നേക്കും ജീവിച്ചു പോകും. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് കേട്ടോ. എന്നാൽ അത് നമ്മൾ പറിക്കാതെ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തന്നു. മരണത്തിന്റെ വൃക്ഷം നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുന്നുണ്ട്, ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പ് വെച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മതിന്മകളെ കുറിച്ച് വിൽ പവറോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
എനിക്ക് ഞാൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അതെ, അവനെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് വാതിലടച്ചു. ഇനി നിനക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല. കാരണം അടച്ച വാതിൽ യഹോവയാണ് അടച്ചത്. അവിടെ കയറാൻ പറ്റുമോ? അപ്പൊ ഇറക്കി വിടുന്നതിന് പറഞ്ഞു വാഗ്ദത്തം കൊടുത്തു, സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ വരും, അവൻ നിനക്ക് വേണ്ടി കാൽവറി മരിക്കും, അവന്റെ മരണത്തോടി നിനക്ക് ഈ വാതിലേക്ക് കയറാം. ഏതൻ പർദീസയിൽ നഷ്ടപ്പെട്ടു പോയ അതേ ജീവവൃക്ഷത്തിന്റെ ഫലം എന്നേക്കുമായി ദൈവം വിലക്കിയില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇനി കാൽവറിയാകുന്ന യാഗം അനുഭവിച്ച് ജയാളിയായി തീരാൻ തക്ക നോക്കുക. ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇനി രണ്ടാമത്തെ വാതില് ഇത്രയും വിവരിക്കല്ലോ കേട്ടോ. നമ്മുടെ ലാലു സാർ വന്നു കഴിഞ്ഞു. അതേ ഉൽപ്പത്തി പുസ്തകം 7:16 വായിച്ചേ. ഉൽപ്പത്തി 7:16. കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ സർവ്വജനത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിലടച്ചു. നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടച്ചു. ദൈവം അടച്ച വാതിൽ. താഴെ നിന്ന് നോഹയുടെ അളിയന്മാരൊക്കെ വിളിക്കുന്നുണ്ട്, അളിയാ. പ്രശ്നം വരുമ്പോഴാണല്ലോ അളിയനെ വേണ്ടത്. അളിയാ എന്ന് വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് തുറക്കണം ആഗ്രഹമുണ്ട്. തുറക്കാൻ പറ്റുമോ? അടച്ചത് യഹോവയാണ്. ദൈവം ഒരുത്തന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഇനി മൂന്നാമത് 8-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചു. 8:2. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. ദൈവം അടച്ചു. ഏത്? ആഴിയുടെ ഉറവുകൾ അടച്ചു, ആകാശത്തിന്റെ കിളിവാതിൽ അടച്ചു. ഇത്രയും നാളും പ്രാപിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹം വ്യവസ്ഥയിൽ നിൽക്കാതെ നിന്നാൽ ദൈവം അത് അടച്ചു കളയും. ദൈവം അടച്ചു. അത് ദൈവത്തെ കൊണ്ട് മാത്രമേ അത് തുറക്കാൻ തക്കോണം കഴിയത്തുള്ളൂ. ദൈവം തമ്പുരാൻ ചില തുറന്ന വാതിൽ നമുക്ക് ചിന്തിക്കാം. തുറന്ന വാതിൽ. ഇത് ദൈവം തമ്പുരാൻ അടച്ച വാതിൽ. 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അടച്ച വാതിൽ അത് തുറക്കണമെങ്കിൽ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി തുറന്ന വാതിൽ. മത്തായി സുവിശേഷം 27:66 വായിച്ചേ. മത്തായി 27:66. അവർ ചെന്നു കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തിൽ നിർത്തി കല്ലറ ഉറപ്പാക്കി. ശത്രു. ദൈവത്തിന് സ്തോത്രം. കല്ലറ ഉറപ്പാക്കിയെന്ന് നോക്കണമേ. മനുഷ്യൻ അടച്ചു. ഇനി 28-ാം അധ്യായം മത്തായി 28:2-3 വായിച്ചേ. വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കല്ലറ അടച്ചു. കല്ലറ ദൈവം തമ്പുരാൻ തുറന്നു. നിങ്ങൾ 28-ാം അധ്യായം 2-3 വാക്യം. ലോകം അടയ്ക്കുന്ന നിന്റെ പ്രമോഷൻ അടയ്ക്കും, നിന്റെ ജീവിതത്തെ അടയ്ക്കും, മുദ്രയും വെച്ചു. ഇനി നിന്ന് എഴുതേക്കട്ടെ, നീ ഒന്ന് ഇറങ്ങിക്കേ. ഒരു സിംഹം ഒരു ഗുഹയിൽ ചെന്ന് കയറിയപ്പോ 8 കാലി തീരുമാനിച്ചു, എന്റെ വീടിന്റെ അകത്ത് മുമ്പ് വന്ന് കയറിയോ, ഇവനെ ഇനി ഇറക്കി വിടത്തില്ല. അവനൊരു 8 കാലി നെറ്റ് ആ ഗുഹയുടെ വാതിക്കലങ്ങ് ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാണട്ടെ. അതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറക്കി കൊണ്ട് റോമൻ ഗവൺമെന്റ് മുദ്രയും വെച്ചു. മനുഷ്യൻ അടച്ചു. ഇനി ഇവൻ എഴുന്നേക്കത്തില്ല, ഇവന്റെ പദ്ധതി ഇനി നടക്കത്തില്ല. എന്നാൽ 3-ാം ദിവസം റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രികാലത്തിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിരിക്കുകയാണോ? അടഞ്ഞ വാതിലിനെ തുറക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ പൈതലേ. രണ്ടാമത് അപ്പോസ്തലപ്രവൃത്തി 12:7 മുതൽ ഒന്ന് വായിച്ചേ. കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന് വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കയ്യിന്മേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് കരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം ധരിച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും സംഭവം അറിയാം. പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. 16 പടയാളികളാണ് കിടക്കുന്നത്. 16 പടയാൾ ചുറ്റും നോക്കി തോക്കും പിടിച്ച് നിൽക്കുക. പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന്. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് കുറച്ച് വിശദീകരിച്ചാൽ ആഗ്രഹമുണ്ട്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങി. കാരണം ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തായിരുന്നു. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞ് സ്നേഹിക്കുന്നു പറഞ്ഞു. ഉടനെ അവസാനം പറഞ്ഞു, നീ സകലത് പറയുന്നു. കരയാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു, നീ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിച്ചു നോക്കെ. നീ യൗവനക്കാരനായിട്ട് പോലെ ഇഷ്ടമുള്ളിടത്ത് നടന്നു. എന്നാൽ നീ വയസ്സനായ ശേഷം മറ്റൊരുത്തും ധ്യാന കെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടു. അവൻ ഒരു കാര്യം പിടികിട്ടി, ഞാൻ വയസ്സനായ ശേഷം മരിക്കുന്നു. ഹേരോദ രാജാവ് നാളെ ഇവനെ എല്ലാവരുടെ മുന്നേ വെച്ച് ഹേരോദാവിന്റെ യാക്കോബിനെ കൊന്നപോലെ കൊല്ലാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക. ജനത്തിന് മുമ്പ് ജനമെല്ലാം സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തുണ്ടല്ലോ 16 പടയാളിന്റെ ഇടയിൽ കിടക്കുന്ന പത്രോസ് ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തം ഓർത്തു.
എന്റെ ദൈവം പറഞ്ഞു, നീ വയസ്സനായ ശേഷം മരിക്കത്തുള്ളൂ, ഞാൻ നാളെ മരിക്കത്തില്ല. ആ ഒറ്റ വാക്കാണ്, ആ വാക്തത്വമാണ് അവനെ പിടിച്ചു നിർത്തിയത്. രാത്രി സ്വർഗം ഞെട്ടിപ്പോയി. ദൈവം തന്റെ ദൂതനെ അയച്ചു, പത്രോസ് എഴുന്നേക്ക്. അവന്റെ ബന്ധനം അഴിഞ്ഞു വീണു. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ തുറന്നു, ഇരുമ്പ് വാതിൽ തുറന്ന് പുറത്തു വന്നു. ലോകം നിന്നെ അടച്ച വാതിൽ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, എന്റെ വാതിൽ അടഞ്ഞു പോയെന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. ഇതാ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ആദ്യം വായിക്കാം, 20-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ യെരിഹോവിൽ ഇസ്രായേലിന്റെ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്ന ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യെരിഹോവിന്റെ മതിൽ അടച്ചുറപ്പാക്കിയിരിക്കുകയാണ്. ഇനി 20-ാം വാക്യം വായിച്ചേ. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തരുടെ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം അടച്ചു, പട്ടണം പിടിച്ചു. അടച്ചു ഉറപ്പാക്കി. ഒറ്റ കുഞ്ഞിനെ കയറ്റാത്ത വിധം ആരാധന മൂത്ത് കഴിഞ്ഞപ്പോൾ ജനം ആർപ്പിട്ടു, കാഹളമൂതി. യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ മുമ്പിൽ കാണുന്ന യെരിഹോ മതിൽ എത്ര ഉറപ്പുള്ള മതിലാണെങ്കിലും നീ ആരാധിക്കൂ, നീ ദൈവത്തെ സ്തുതിക്കൂ. ആ ഉറപ്പുള്ള പട്ടണത്തെ തരിപ്പണമാക്കി നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ കഴിവുള്ളവനായി ദൈവം ജീവിക്കുന്നു. മത്തായി സുവിശേഷം 7:7 ഒന്ന് വായിച്ചു നിർത്താം. തുറക്കും. രാത്രികാലം അടഞ്ഞിരിക്കുന്ന വാതിൽ തുറന്നു തരുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിശ്ചയിച്ചില്ല. ഈ വചനങ്ങൾ ആ ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും വളരെ സന്തോഷം. ഇത്രത്തോളം അനുഗ്രഹമായി കർത്താവ് ഇന്ന് ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നും ഇത്രത്തോളം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഞാൻ ഈ യുദ്ധസമയത്ത് എഴുതിയ ഒരു പാട്ടുണ്ട്, അത് ഞാൻ ഇന്ന് അതിന്റെ ലിറിക്സ്, ആ പാട്ട് ഇന്ന് റിലീസായി. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കുകയും അത് നിങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ നമ്മുടെ അതിനുശേഷം നമ്മുടെ ഇത് അനുഗ്രഹിച്ച് നമ്മുടെ പ്രിയ പാസ്റ്റർ CB ആൻഡ്രൂസ് ഈ അനുഗ്രഹിച്ച് പാടുന്നതായിരിക്കും. ഞാൻ അതിന്റെ ഒരു കോറസ് മാത്രം, എൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് പാസ്റ്റർ ജെയിംസ് ജോൺ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളൊന്ന് പാടാൻ ശ്രമിക്കുക. ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ദൈവം സഹായിക്കും. അത് മൊത്തം പാടുക. ഹൃദയം ശുദ്ധമാക്കി നിൽക്കൂ, മണവാളൻ വാതിൽക്കലെത്തി. കണ്ണുകൾ ഉയർത്തി നോക്കൂ, വീണ്ടെടുപ്പിൻ ദിനമടുത്തു. ഹൃദയം ശുദ്ധമാക്കി നിൽക്കൂ, മണവാളൻ വാതിൽക്കലെത്തി. യേശു വരുന്നു, യേശു വരുന്നു, കാഹളനാദം മുഴങ്ങുമ്പോൾ യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. എന്റെ യേശുനാഥൻ വേഗം വരുന്നു. യേശു വരുന്നു, യേശു വരുന്നു, കാഹളനാദം മുഴങ്ങുമ്പോൾ യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. എന്റെ യേശുനാഥൻ വേഗം വരുന്നു. കണ്ണുകൾ ഉയർത്തി നോക്കൂ, വീണ്ടെടുപ്പിൻ ദിനമടുത്തു. ഹൃദയം ശുദ്ധമാക്കി നിൽക്കൂ, മണവാളൻ വാതിൽക്കലെത്തി. കണ്ണുകൾ ഉയർത്തി നോക്കൂ, വീണ്ടെടുപ്പിൻ ദിനമടുത്തു. ഹൃദയം ശുദ്ധമാക്കി നിൽക്കൂ, മണവാളൻ വാതിൽക്കലെത്തി. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ കൂടുതൽ പാടുന്നില്ല. നിങ്ങൾ എല്ലാവരും ഈ പാട്ട് സപ്പോർട്ട് ചെയ്യണം. കർത്താവിന്റെ വരവിനെ അല്ലെങ്കിൽ വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യാശ ഗാനമാണ്. ഇവിടെ നിങ്ങൾ അറിയാമല്ലോ, യുദ്ധ സമയത്ത് കർത്താവ് തന്ന ചില വരികൾ കൂട്ടിച്ചേർത്തതാണ്. അതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ പാട്ടിന്റെ അനുഗ്രഹത്തിനായും അവസാനമായും പാസ്റ്റർ CB ആൻഡ്രൂസ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാലു സാർ ലേറ്റ് സ്റ്റാർട്ട് ഇറക്കിയ ഈ മനോഹരമായ ഗാനത്തിനായി സ്തോത്രം. അങ്ങയുടെ വരവിനെ കുറിച്ച് എഴുതിയ അതിമനോഹരമായ പാട്ടുകൾ
ഞങ്ങളുടെ പിതാക്കന്മാർ അനേക പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഈ കാലത്ത് നിന്റെ ദാസന്റെ കയ്യിലും തൂലിക കൊടുത്ത് മനോഹരമായ ഗാനങ്ങൾ എഴുതുവാൻ അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഒരു ഗാനം കൂടെ പുറത്തിറക്കുവാൻ നിന്റെ ദാസന് കൊടുത്ത കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്ന യേശുവിന്റെ നാമത്തിൽ നിന്റെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകൻ കൂടെ ആയിരക്കണക്കിന് പാട്ടുകൾ ഇറങ്ങി തലമുറകൾ പാടത്തെ, ഞങ്ങളും ആ പാട്ടുകൾ പാടി ആരാധിക്കട്ടെ. കർത്താവേ, നിന്റെ ദാസന്റെ പുതുകാട്ടിറക്കിയ പാട്ട് ഈ സമയം പ്രകാശനം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് പ്രകാശനം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ അടഞ്ഞിരിക്കുന്ന വാതിലിന്റെ മുഖത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടഞ്ഞ വാതിലിനെ തുറക്കാൻ ശക്തനായ ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കണ്ട് മാനിച്ച് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൊണ്ട് മാത്രമേ തുറക്കാൻ കഴിയത്തുള്ളൂ. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്നു. പിരിയാത്ത സ്നേഹത്താൽ എല്ലാവരും നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം